സ്വദേശ് മെഗാ ക്വിസുമായിട്ട് ബന്ധപ്പെട്ട് LP വിഭാഗത്തിന് ഗാന്ധി നെഹ്റു സ്വാതന്ത്ര്യ സമര ചരിത്രം ആനുകാലികം എന്നീ വിഷയങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോ ക്വിസ് മത്സരത്തിന് ചോദിക്കുന്ന ഇത്തരം വിഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കൂട്ടുകാര് മുഴുവനായിട്ടും പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ വിഭാഗം തരംതിരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണാം. ഈ വീഡിയോയുടെ ലൈക്കിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1769 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദർ ജില്ലയിൽ. ഗുജറാത്തിലെ പോർബന്ദറിൽ. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്താണ്? കരംചന്ദ് ഗാന്ധി. ഉത്തരം കാബ ഗാന്ധി അഥവാ കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മാതാവിന്റെ പേര് എന്താണ്? ഉത്തരം പുത്തലിബായി. ഗാന്ധിജിയുടെ മാതാവായ പുത്തലിബായി കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു? നാലാമത്തെ ഭാര്യ. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛന്റെ പേര് എന്താണ്? ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു? ഉത്തരം മോനിയ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കീർത്തി മന്ദിർ. ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏതായിരുന്നു? ഉത്തരം കണക്ക്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടെ അനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം ഡു ഓർ ഡൈ അഥവാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏതു വർഷമായിരുന്നു? ഉത്തരം 1925. കുട്ടിക്കാലത്ത് ഗാന്ധിയെ സ്വാധീനിച്ച നാടകങ്ങൾ ഏവ? ഉത്തരം ശ്രാവണ പിതൃഭക്തി അതുപോലെ തന്നെ ഹരിശ്ചന്ദ്ര. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം തുളസീദാസ രാമായണം. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്തത് അല്ലെങ്കിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ്? ഉത്തരം സർവോദയ. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1788. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ടോൾസ്റ്റോയി ഫാം. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഫിനിക്സ് സെറ്റിൽമെന്റ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത്? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്.
ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഇന്ത്യൻ ഒപ്പീനിയൻ. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1889 നവംബർ 14. നവംബർ 14 നാം ശിശുദിനമായി ആചരിക്കുന്നു. അന്താരാഷ്ട്ര ശിശുദിനം എന്നാണ്? ഉത്തരം ജൂൺ 1. നെഹ്റുവിന്റെ പിതാവിന്റെ പേര് എന്താണ്? മോത്തിലാൽ നെഹ്റു. നെഹ്റുവിന്റെ മാതാവിന്റെ പേര് എന്താണ്? ഉത്തരം സ്വരൂപ് റാണി. നെഹ്റുവിന്റെ സഹോദരിമാരുടെ പേര് എന്താണ്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്, കൃഷ്ണ ഹത്തി സിംഗ്. ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ആധുനിക ഇന്ത്യയുടെ ശില്പി. എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണ കാലഘട്ടം ഏതാണ്? ഉത്തരം 1947 ആഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. നെഹ്റു വിദ്യാഭ്യാസാവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? ഉത്തരം 16-ാമത്തെ വയസ്സിൽ. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ഉത്തരം ഇൻഡിപെൻഡന്റ്. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ, എവിടെ വെച്ച്? ഉത്തരം 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. നെഹ്റുവിന്റെ പത്നിയുടെ പേര് എന്തായിരുന്നു? കമല നെഹ്റു. ഉത്തരം കമല കൗൾ. സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ഏതായിരുന്നു? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം എന്നാണ്? ഉത്തരം 1857 ഉത്തർപ്രദേശിലെ മീററ്റിൽ. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം എന്നായിരുന്നു? ഉത്തരം 1498. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതായിരുന്നു? ഉത്തരം 1757 നടന്ന പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാമാണ്? ഉത്തരം ബംഗാൾ നവാബ് സിറാജ് ദൗളയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എന്നാണ്? ഉത്തരം 1885 ഡിസംബർ 28. ലാൽ, ബാൽ, പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയാണ്? ഉത്തരം ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, വിപിൻ ചന്ദ്രപാൽ. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരായിരുന്നു? ഉത്തരം ദാദാബായി നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു.
കൂട്ടുകാർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. മൊണ്ടേങ്കോ ചെസ് ബോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം എന്നാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂട്ടുകാർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഇതുപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കാണ്. വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർക്ക് ഇപ്പോൾ തന്നെ വായിച്ചിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇതുവരെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ ഒപ്പം തന്നെ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.